ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എപ്പോഴും അച്ഛൻ പറയുന്നതാണ്, ഇടയ്ക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സാധാരണ എൻ്റെ ഒരു പോളിസി അനുസരിച്ച് പറഞ്ഞത് പിന്നെ പറയത്തില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ കാരണം ഈ ഓഡിയൻസ് എപ്പോഴും ഇപ്പോൾ 90 ദിവസമോ അല്ലെങ്കിൽ ഉടമ്പടി രണ്ടാമത് പുതുക്കിയോ മൂന്നാമത് പുതുക്കി കഴിയുമ്പോഴേ ചില ആൾക്കാർ ഉടമ്പടി 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ വിഷയത്തിൻ്റെ മേൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കിനി പഴയ തീവ്രമായ സ്നേഹത്തോടെ ഉടമ്പടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ചിലർ ഉടമ്പടി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ ഉടനെ ഉടമ്പടിയിലേക്ക് വരും. ഇപ്പോൾ ഇന്നലെ ഒരു സാധാരണ ദിവസം തന്നെ ഒരു 300-350 പേര് പുതുതായിട്ട് ഉടമ്പടി എടുക്കും. അസാധാരണ ദിവസം എന്ന് പറയുന്ന പബ്ലിക് ഹോളിഡേ ഒക്കെ വരുമ്പോൾ ചിലപ്പോഴും 1000 പേര് ഉടമ്പടി എടുക്കും ലീവ് കാലത്ത്. അപ്പോൾ പുതിയ ആൾക്കാർ ഒത്തിരി ഉടമ്പടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛന് ചിലത് റിപ്പീറ്റ് ചെയ്യണത്, അത് ആവർത്തിക്കും. കാര്യം പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ പഴയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പഴയ ആൾക്കാർ വിചാരിക്കും അച്ഛൻ പറഞ്ഞു തന്നെയാണല്ലോ പിന്നെയും പറയണമെന്ന്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതാണ് അവസ്ഥ. കാര്യം ഫ്രഷ് ഹാൻഡ്സ് ഇങ്ങനെ ഒത്തിരി ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ മൊബൈലിൻ്റെ ഒരു കാലമായത് കാരണം ഭയങ്കരമായൊരു അനുഗ്രഹം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇത് വീണ്ടും കേട്ടത് തന്നെ പിന്നെയും കേൾക്കാൻ പറ്റും. അത് വലിയൊരു അനുഗ്രഹമാണല്ലേ. യൂട്യൂബിൽ കേട്ടത് തന്നെ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. വലിയ ചിലവില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ പറ്റും. അത് എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കൽ നോളജാണ് ഇതിനുള്ളത്. നമ്മൾ സാധാരണ കരിസ്മാറ്റിക്, ഇപ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഷാർജയിൽ ധ്യാനം നടത്തുന്നുണ്ട്. അത് കരിസ്മാറ്റിക് ധ്യാനമെന്നാണ് അവർ പറയണത്, ഉടമ്പടി ധ്യാനമല്ല. പക്ഷേ ചിക്കാഗോയിൽ ഞാൻ ജൂണിൽ ധ്യാനം നടത്തുന്നുണ്ട്, അത് ഉടമ്പടി ധ്യാനമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, നിങ്ങൾ അച്ഛനെ കാണണമെന്ന് നിർബന്ധമായിട്ട് വന്നിട്ടുള്ളവർ ഓഫീസിലൊന്ന് വിളിച്ച് ചോദിക്കണം. അത് പറയണം. എന്താ അച്ഛൻ നിങ്ങൾ വരുമ്പോൾ അച്ഛനില്ലെന്ന് ഒരു സങ്കടമല്ലേ. ഞാനങ്ങനെ ഒന്നും പുറത്ത് പോകത്തില്ല. എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരു രാജ്യത്തിൽ ഒരു ധ്യാനം എന്നാൽ അതാ പോളിസി. ഒരു രാജ്യത്തിലൊരു ധ്യാനം. ഇപ്പം മെയ് മാസത്തിൽ ബ്രിട്ടനിൽ ധ്യാനമുണ്ട്. അപ്പോൾ ആ രാജ്യത്ത് പിന്നെ പോകത്തില്ല. ഒത്തിരി പേര് വിളിക്കും, പോകത്തില്ല. അതിൻ്റെ കാരണം കൃപാസനത്തിൽ ആണല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ലോകം മുഴുവൻ പോകാൻ പറ്റത്തില്ല. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേക ഉടമ്പടി എന്ന് പറയണത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഫിലാഡൽഫിയയിൽ നിന്ന് ഇപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് 1000 പേരുടെ ഉടമ്പടി ജൂൺ മാസത്തിൽ അച്ഛൻ ചിക്കാഗോയിൽ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ഫിലാഡൽഫിയയിൽ അത്രയും ആൾക്കാർ സെറ്റാണ്. അപ്പം അങ്ങനെ എന്താ വിഷയം എന്ന് പറയണത്, അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പോകത്തില്ല. ഒരു സ്റ്റേറ്റാണത്. അങ്ങനെ ആ സ്റ്റേറ്റിൽ ചിലപ്പോൾ പോകും. അപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 മാസം കൂടുമ്പോഴേ അങ്ങനെ പുറത്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ ഇവിടെ ഉണ്ടാകത്തില്ല എന്നുള്ള ആ ഒരു സംഭവമില്ല. ഒന്നാമത്തെ എനിക്ക് പണം ആവശ്യമില്ല, അതാണ് മെയിൻ സംഭവം. ഇപ്പോൾ പബ്ലിക്കായിട്ടല്ലേ, ഓൺലൈനിലല്ലേ പറയണത് പണം ആവശ്യമില്ലെന്ന്. പണം ആവശ്യമില്ല എന്നുള്ളത് ഓൺലൈനിലാണ് പറയണത്. ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ. നമുക്കൊന്നിനും കുറവില്ല. നമ്മൾ ദൈവികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവികമായ ഒരു അനുഭവ തലമാണുള്ളത്, അല്ല മാനുഷിക അനുഭവ തലങ്ങളല്ല. ഈ വിഷയങ്ങൾക്കെല്ലാം ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ, വ്യക്തികളോട് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഒരു വ്യക്തിയെയും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് കാണത്തില്ല. ആരെയും ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി അവരുടെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുമായിട്ട് പ്രത്യേകിച്ച് ചങ്ങാത്തം അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഓപ്പണായിട്ടൊന്നും നിൽക്കണില്ലേ. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ദൈവത്തിന് എപ്പോഴും നമ്മളെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് 100% ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകണം. മനസ്സിലായില്ലേ? ഒരു ഡിവൈൻ ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ
ഒരു ഡിവൈൻ ഓഡിറ്റിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 100%, 95%, 100% ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് ആർക്ക് മനസ്സിലാകണം? ദൈവത്തിന് മനസ്സിലാകണം. മനുഷ്യന് മനസ്സിലാകണമല്ല പ്രശ്നം. മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അത് കുറച്ച് അവർ തന്നെ തിരുത്തും, അത് കാര്യമില്ല. ഇനി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവിടെ തെറ്റിദ്ധാരണയും മരിച്ചു പോകും. ആധ്യാത്മിക ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ, കാലാകാലങ്ങളോടും ദൈവതിരുസന്നിധിയിൽ ജീവിക്കുകയല്ലേ. അപ്പോഴേ ഒരു തലമുറയിൽ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ആ തലമുറ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ തെറ്റിദ്ധാരണയും പോകും. പിന്നെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പേടിക്കണേ? ഒരു തലമുറ, നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു. ആ തലമുറയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 20 കൊല്ലം 30 കൊല്ലം ആയിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം, ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ? നിങ്ങളുടെ നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം, നിൻ്റെ ദൈവത്തിനും അറിയാം. പക്ഷേ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യണം? നിങ്ങൾ എല്ലാ നാട്ടുകാരെ വീട്ടിൽ ഒരു ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരും പറയും, ഒന്ന് പറയേ, ഞാൻ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ട് ഞാനിങ്ങനെ കുരിശേ കയറുകയാണ് ജീവിതത്തിൽ. നീ ഷുഡ് നോട്ട് ടോക്ക് ടു എനിബഡി. നിങ്ങൾ ഒരു മനുഷ്യന്മാരോട് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരോട് പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ്, റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ? റബ്ബർ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ? അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാപ്പിംഗ് ടൈം ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ടാപ്പിംഗ് ടൈമിൽ എന്താണ്? ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടിയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതൊരു സൈലൻ്റായിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും ചെയ്യണതല്ല. ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ്, നിശബ്ദത. അമ്മ എപ്പോഴും അങ്ങനെയാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈമിനെ കുറിച്ച് എൻ്റെ മക്കളെ, അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം. എന്താ കാര്യം? അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു, ഈശോനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ അല്ല. പിന്നീടില്ലേ, നമ്മളൊരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടെ കൊടുത്തു, അമ്മ 6 കാര്യമുണ്ട്. 6 അല്ല കേട്ടോ അമ്മേ, 10-60 കാര്യമുണ്ട്, ഇപ്പോൾ 6 അല്ല എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു. പിന്നെ നീ ആ വിഷയത്തെക്കുറിച്ച് അപരാധി കൊള്ളരുത്. ദൈവത്തിനെ ടെസ്റ്റ് അടിച്ച് നോക്കരുത്. അപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഇനിയിപ്പോൾ PR-ൻ്റെ പേപ്പർ വന്ന് കാണും, ഓഫർ ലെറ്ററിൻ്റെ പേപ്പർ വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കമ്പ്യൂട്ടറിൽ കയറി എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ചാടി വീഴരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നിനക്ക് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. എന്താണ്? കഴിഞ്ഞ ആഴ്ച രസം പറഞ്ഞായിരുന്നു, ഉടമ്പടി പ്രധാനപ്പെട്ടത് ഉടമ്പടി തന്നെയാണ്. അതാണ് വിഷയം. ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. ഉടമ്പടി പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് വിശ്വാസമല്ല, പിന്നെന്താണ്? വിശ്വസ്തത.